സൂപ്പർ ഹീറോസിൽ വെച്ച് തന്നെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള രണ്ട് പേരാണ് അയൺമാനും അതുപോലെ തന്നെ ബാറ്റ്മാനും. കോമിക്സിലും അതുപോലെ തന്നെ സിനിമകളിലും ബാറ്റ്മാൻ ഒരുപാട് ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിച്ചു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ അതുപോലെ തന്നെ നായകനായ RDJയിലൂടെ അയൺമാനും ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ഒരു സൂപ്പർ ഹീറോ ആയി മാറി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്റ്മാൻ അതുപോലെ തന്നെ അയൺമാൻ ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായാൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, DC പിന്നെ WWE റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കോമിക്സിൽ അധികം ഫാൻസ് ഇല്ലാതിരുന്ന അയൺമാനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ റോബർട്ട് ഡൗണി ജൂനിയർ കുറേ അധികം ഫാൻ ബേസ് ഉള്ള ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റി. എന്നാൽ ബാറ്റ്മാൻ്റെ കാര്യത്തിലാണെങ്കിൽ കോമിക്സിലും അതുപോലെ തന്നെ സിനിമകളിലും ബാറ്റ്മാന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ഒരു സൂപ്പർ ഹീറോ ആണ് ബാറ്റ്മാൻ. കോമിക്സിൽ ക്രോസ് ഓവർ ഇവൻറ്റ്സ് നടക്കാറുണ്ടെങ്കിലും ഇതുവരെ സിനിമകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. ഡിറ്റക്റ്റീവ് കോമിക്സിലെ സ്മാർട്ടസ്റ്റ് ആയ സൂപ്പർ ഹീറോസിൽ ഒരാളാണ് ബാറ്റ്മാൻ. എന്നാൽ അയൺമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമിക്സിലും MCUയിലും സ്മാർട്ടസ്റ്റും അതുപോലെ തന്നെ വളരെ ഇൻ്റലിജൻറ്റുമായ സൂപ്പർ ഹീറോ തന്നെയാണ് അയൺമാൻ. സൂപ്പർ ഹീറോസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ IQ കൂടെയുള്ള സൂപ്പർ ഹീറോ തന്നെയാണ് ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ. എന്നാൽ ബാറ്റ്മാൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻ്റലിജൻസിനേക്കാൾ കൂടുതൽ സ്മാർട്ടസ്റ്റ് ആയ ഒരു സൂപ്പർ ഹീറോ ആണ് ബാറ്റ്മാൻ. തൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്സ് കൊണ്ടും തൻ്റെ ഡിക്റ്റേറ്റീവ് കഴിവുകൾ കൊണ്ടും കോമിക്സിലായാലും സിനിമയിലായാലും കുറേയധികം വ്യത്യസ്തനാണ് ബാറ്റ്മാൻ. കോമിക്സിൽ ഹൾക്കിനെ തോൽപ്പിക്കാനായിട്ട് അയൺമാന് ഹൾക്ക് ബസ്റ്റർ വേണ്ടി വന്നു. ഇത് തന്നെ നമുക്ക് MCUയിലും കാണാൻ സാധിച്ചു. എന്നാൽ മാർവലും DCയുമായുള്ള ഒരു ക്രോസ് ഓവർ കോമിക്സിൽ ഹൾക്കിനെ ബാറ്റ്മാൻ തോൽപ്പിക്കുന്നത് തൻ്റെ സ്മാർട്ടസ്റ്റ് മൂവ്സ് ഉപയോഗിച്ചാണ്. എന്നാലും ബാറ്റ്മാനേക്കാൾ കൂടുതലധികം ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് തന്നെ ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ തന്നെയാണ് മുൻപിൽ. ഏതൊരു വസ്തുവിനെ പറ്റിയുള്ള അറിവ് ടോണി സ്റ്റാർക്കിന് വളരെ കൂടുതലാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടൈം ട്രാവൽ മെഷീൻ വരെ നമ്മൾക്ക് ടോണി സ്റ്റാർക്കിൽ നിന്നും കാണാൻ സാധിച്ചു. എന്നാൽ ക്രിമിനൽ സയൻസിലും ഫോറൻസിക് സയൻസിലും ബ്രൂസ് വെയിൻ അഥവാ ബാറ്റ്മാൻ മുൻപിൽ തന്നെയാണ്. ഒരു പ്രിപ്പറേഷൻ പോലും ഇല്ലാതെ പെട്ടെന്നൊരു ഫൈറ്റ് ഇവർക്ക് തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യത അയൺമാൻ തന്നെയാണ്. MCUവിൽ തന്നെ 85 സ്യൂട്ടുകൾ അയൺമാനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡും അതുകൂടാതെ അവസാനത്തെ സ്യൂട്ടുമായ മാർക്ക് 85 നാനോ ടെക്നോളജിയിലും അതുകൂടാതെ ന്യൂറോൺ കൺട്രോൾ ഇൻ്റർഫേസിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഇതുകൂടാതെ വെപ്പൺസ് ഉണ്ടാക്കുന്നതിൽ മിടുക്കരാണ് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ്. ബാറ്റ്മാൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം സ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തൻ്റെ ഐഡൻറ്റിറ്റി മറയ്ക്കാനാണ്. എങ്കിലും കുറേയധികം പ്രത്യേകതകൾ ബാറ്റ്മാൻ സ്യൂട്ടിനുമുണ്ട്. അയൺമാൻ്റെ സ്യൂട്ടിലെ പോലെ തന്നെ കുറേയധികം വെപ്പൺസും ബാറ്റ്മാൻ്റെ സ്യൂട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനപ്പെട്ടതാണ് EMP ഗ്രനേഡ്സും എക്സ്പ്ലോഡിംഗ് ബാറ്ററാങ്സും ഉൾപ്പെടെയുള്ളവ. ഒരുപക്ഷെ ബാറ്റ്മാൻ്റെ ഒരു വെപ്പൺസിന് അയൺമാൻ്റെ സ്യൂട്ടുകൾ തകർക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. ബാറ്റ്മാനും അയൺമാനും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഇത് അയൺമാനുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്നാൽ വെപ്പൺസ് ഇല്ലാതെ പോലും ചില സമയങ്ങളിൽ ബ്രൂസ് വെയിന് വളരെയധികം പവർഫുള്ളാണ്. ഏകദേശം കുറേ മാർഷ്യൽ ആർട്സ് ബ്രൂസ് വെയിന് കാണാപ്പാടമാണ്. തൻ്റെ വെപ്പൺസ് ഇല്ലെങ്കിൽ പോലും എതിരാളികളോട് എതിർത്ത് നിൽക്കാൻ ഈ ഒരു കാര്യം ബ്രൂസ് വെയിനെ സഹായിക്കുന്നു. ടോണി സ്റ്റാർക്കിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ബ്രൂസ് വെയിൻ്റെ അത്ര ഫൈറ്റിംഗ് ടെക്നിക്സ് അറിയില്ലെങ്കിലും കുറേയൊക്കെ അയൺമാൻ്റെ പക്കലുമുണ്ട്. ഈ അവസ്ഥയിൽ ബാറ്റ്മാൻ തൻ്റെ ഫൈറ്റിംഗ് ടെക്നിക്സ് ഒക്കെ അയൺമാൻ്റെ എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ടോണി സ്റ്റാർക്കിൻ്റെ ആർമർ ആ ഫൈറ്റിംഗ് ടെക്നിക്സിനെ കോപ്പി ചെയ്യുക തന്നെ ചെയ്യും. സിവിൽ വാറിൻ്റെ ക്ലൈമാക്സിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഓരോ ഫൈറ്റ് മൂവ്സും ഫ്രൈഡേ കോപ്പി ചെയ്യുന്നതും അത് വെച്ച് ടോണി സ്റ്റാർക്ക് ക്യാപ്റ്റനെതിരെ ഫൈറ്റ് ചെയ്യുന്നതുമെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഒരു പ്രിപ്പറേഷനും ചെയ്യാതെ ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആ ഫൈറ്റിൽ ജയിക്കുന്നത് അയൺമാൻ തന്നെയാകും. എന്നാൽ ബാറ്റ്മാൻ വേഴ്സസ് അയൺമാൻ ഫൈറ്റ് നടക്കുന്നത് ഒരു പ്രിപ്പറേഷൻ ടൈമിൻ്റെ കൂടി സഹായത്തോടെയാണെങ്കിൽ ഈ ഫൈറ്റിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ബാറ്റ്മാന് തന്നെയാണ്. കോമിക്സിലും അതുപോലെ തന്നെ സിനിമയിലും ഒരു പ്രിപ്പറേഷൻ ടൈം കിട്ടുകയാണെങ്കിൽ ബാറ്റ്മാൻ എത്രമാത്രം അപകടകാരിയാണെന്ന് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. സൂപ്പർമാനെ പോലും ബാറ്റ്മാൻ തൻ്റെ പ്രിപ്പറേഷൻ ടൈം ഉപയോഗിച്ച് കീഴടക്കിയിട്ടുണ്ട്. തൻ്റെ ഓരോ എതിരാളിയുടെയും വീക്ക്നെസ് വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടാണ് ബാറ്റ്മാൻ അറ്റാക്ക് നടത്തുന്നത്. എതിരാളി എത്രമാത്രം ശക്തനാണെങ്കിലും ഒരു പ്രിപ്പറേഷൻ ടൈം കിട്ടുകയാണെങ്കിൽ ബാറ്റ്മാനെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബാറ്റ്മാൻ്റെ സ്യൂട്ടുകളിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്യൂട്ടാണ് ഹെൽബാറ്റ് സ്യൂട്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രിപ്പറേഷൻ ടൈമിൻ്റെ സഹായത്തോടെ ബാറ്റ്മാനും അൺഎക്സ്പെക്റ്റഡ് അറ്റാക്കിലൂടെ അയൺമാനും വിജയിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. താൻ ഇഷ്ടപ്പെടുന്ന സൂപ്പർ ഹീറോസ് തമ്മിലൊരു പോരാട്ടം നടക്കുകയാണെങ്കിൽ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കുമെന്നറിയാൻ ഏതൊരു ഫാൻസിൻ്റെയും ആഗ്രഹമാണ്.
കുറേയധികം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അയൺമാൻ ഫാൻസിനും ബാറ്റ്മാൻ ഫാൻസിനും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.